നമസ്തേ. വിഷ്ണുമായ കഥകളുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണ ഇല്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണകഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. അപ്പോൾ വിഷ്ണുമായയുടെ ആറാമത്തെ ഭാഗം ഇവിടെ തുടരുകയാണ്. കൂളിയാറിൻ്റെ തീരത്ത് കണ്ട ആ ജീവനുള്ള കാട്ടുകിഴങ്ങ് പാർവതീദേവിയുടെ കൈകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരത്ഭുതം! ദേവിയുടെ കയ്യിൽ ആ കാട്ടുകിഴങ്ങ് തേജസ്വിയായ ഒരു ശിശുവായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ അവിടെയെങ്ങും വീണ്ടും തേജോമയമായ പ്രകാശ പ്രഭാപ്രസരം ഉദ്യാനം നിറഞ്ഞു തുളമ്പിയ പൗർണമി രാവ് പോലെയായി. ആ ശിശുവിനെ ദേവി കൂളിവാകയുടെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നിട്ട് കൂളിവാക കുഞ്ഞിനെ മാറോടണയ്ക്കുകയാണ്. ഉദയസൂര്യൻ്റെ പൊൻപ്രഭയായിരുന്നു അവന്. കൂളിവാകയ്ക്ക് അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അങ്ങനെ നോക്കിയിരിക്കെ ജടാധാരിയായ കൈലാസനാഥനെ അവൾ അവനിൽ ദർശിച്ചു. സ്വർഗഗംഗയെ ശിരസിൽ ധരിച്ച പരമേശ്വരനെ, നെറ്റിയിലും ശരീരമാസകലവും വിഭൂതി പൂശിയ നീലകണ്ഠനെ, ജടയിൽ ചന്ദ്രക്കല ധരിച്ച സംഹാരമൂർത്തിയെ, ത്രിശൂലവും ഉടുക്കും കൈകളിലേന്തി അരയിൽ പുലിത്തോലുടുത്ത ഗംഗാധരനെ, കൈതപ്പൂ നിറമാർന്ന പൂമേനിയും നവരത്നങ്ങളാൽ അലങ്കൃതമായ കനകമകുടവും ശ്യാമകോമളമായ നീണ്ട ചുരുൾമുടിയും പൂർണ്ണചന്ദ്രോദയം പോലെ നെറ്റിയിൽ ചാർത്തിയ രക്തചന്ദനക്കുറി, നെറ്റിയിലേക്ക് ചുരുണ്ട് വീണ് കിടക്കുന്ന കുറുനിരകൾ, എള്ളിൻപൂവിൻ്റെ ചേലത്ത നാസിക, കരിനിറമാർന്ന വളഞ്ഞ കൺപുരികങ്ങൾ, താമരപ്പൂവിതൾ പോലെയുള്ള നയനങ്ങൾ, ചുവന്ന ശോഭയേറിയ മനോഹരമായ ചുണ്ടുകൾ, ചന്ദ്രോദയം പോലെയുള്ള മന്ദഹാസം, പൗർണമി ഉദിച്ച പോലെ മുഖകാന്തി തിളങ്ങുന്ന പാർവതീദേവിയുടെ രൂപവും അവനിൽ കാണാറായി. ശിവപാർവതി സംഗമത്തിൽ പിറന്ന ആ കുഞ്ഞിനെ കൂളിവാകയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ പാർവതീദേവി പറഞ്ഞു, ഇവൻ അസാമാന്യ കഴിവുള്ള പുത്രനാകും നിനക്ക്. ഇവനെ കൊണ്ട് അസാധ്യമായതൊന്നും ഈ ലോകത്തുണ്ടായിരിക്കില്ല. നിന്റെ മുലകളിൽ നിറയുന്ന സമൃദ്ധമായ പാൽ നൽകി അവനെ വളർത്തുക. 7 സംവത്സരങ്ങൾ കഴിയുമ്പോൾ നീ ഇവനെ കൈലാസത്തിലേക്ക് അയക്കണം. മാതാപിതാക്കളുടെ അനുഗ്രഹവും ഉപദേശങ്ങളും നൽകി ലോക സംരക്ഷകനാകാൻ ഞങ്ങൾ ഇവനെ പ്രാപ്തനാക്കാം. ഇതാ ഞാനിവന് കൈലാസത്തിൻ്റെ മുദ്രയും ആടയാഭരണങ്ങളും നൽകുന്നു. സമ്മാനങ്ങൾ നൽകി കൂളിവാകയെയും കുഞ്ഞിനെയും അനുഗ്രഹിച്ച് പാർവതീദേവി മറഞ്ഞു. അപ്പോഴും ഉണ്ടായി പ്രകൃതിയിൽ ഒരു മാറ്റം. വെൺചന്ദ്രലേഖയെ കാർമേഘം മറച്ചതുപോലെ, സുഗന്ധപ്രവാഹിയായ മന്ദമാരുതൻ നിശ്ചലമായതുപോലെ, ഗായക പക്ഷികൾ ഗാനം മറന്ന പോലെ, ശ്രീ പാർവതി മറയുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പരിണാമങ്ങളാണത്. അപ്പോൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് കൂളിവാക വീണ്ടും വീണ്ടും അവന് മുത്തങ്ങൾ നൽകി. കൂളിവാകയ്ക്ക് ഒരു ദേവശിശുവിനെ ലഭിച്ച വാർത്ത കൂളിക്കുന്നൻ വനത്തിൽ ഉത്സവമായി. മലയരാജാവിൻ്റെ ആഹ്ലാദവും പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. കൊട്ടാരം ഉത്സവലഹരിയിലായി. ആ ലഹരി കൂളിക്കുന്നൻ വനമാകെ ഉത്സവമാക്കാൻ കാട്ടുനിവാസികൾ ഉത്സാഹഭരിതരായി. ദേശം അപ്പാടെ നിറദീപങ്ങൾ നിറഞ്ഞു, കൊടിതോരണങ്ങൾ നിറഞ്ഞു, വാദ്യഘോഷാദികളോടെ തെരുവോരങ്ങൾ ഉണർന്നു. പരസ്പരം മധുരം പകർന്നും പ്രിയതരങ്ങളായ വിഭവങ്ങൾ കൈമാറിയും അവർ ആ ദിവസം ആഘോഷിക്കുകയാണ്. ആ രാവും പകലും കൂളിക്കുന്നൻ വനം ആവേശത്തിമർപ്പിലായിരുന്നു, ആവേശത്തിരകളിലായിരുന്നു. എല്ലാവരും ആനന്ദ തുന്തിലരായിരുന്നു. അപ്പോൾ ദേവകുലവും ആഹ്ലാദിക്കുകയായിരുന്നു. ആകാശവീഥികളിൽ നിന്ന് അവർ കൂളിക്കുന്നൻ വനത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. കിന്നര ഗായകർ ശിശുവിനെ പ്രകീർത്തിച്ച് കീർത്തനങ്ങൾ ആരംഭിച്ചു. അവരെ സംബന്ധിച്ച് അതൊരു സുപ്രധാന കാര്യം തന്നെ. ദേവകുലത്തെയും മനുഷ്യകുലത്തെയും ഒരുപോലെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള കരുണാമയനാണ് കൂളിക്കുന്നൻ വനത്തിൽ ഉദയം ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനിനി പേരിടണം. മലയരാജാവ് വിദഗ്ധോപദേശം തേടി. എല്ലാവരുടെയും അഭിപ്രായം ഒരാളിൽ ചെന്ന് അവസാനിച്ചു. കൂളിക്കുന്നൻ കാനനത്തിലെ ഏറ്റവും പ്രായം ചെന്നയാളും പണ്ഡിതനുമായ കൃതവേദി മൂപ്പനാണ് അതിന് പറ്റിയ ആള്.
അങ്ങനെ അദ്ദേഹം ആ നിർദ്ദേശം അംഗീകരിച്ചു. കൃതവേദി മൂപ്പനെ ആളയച്ചു വരുത്തി. 100-ാം വയസ്സിലേക്ക് കടക്കുന്ന മൂപ്പൻ ക്ഷണമൊക്കെ സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തി. താടിയും മുടിയും പുരികങ്ങളും എല്ലാം വെള്ളിച്ചാമരം പോലെ നരച്ച ഒരു വയോധികനാണ്. പക്ഷേ തിളങ്ങുന്ന കണ്ണുകളും അതേപോലെ തന്നെ ഇപ്പോഴും ആരോഗ്യത്തിനോ ഓർമ്മയ്ക്കോ യാതൊരു കുറവുമില്ലായിരുന്നു അദ്ദേഹത്തിന്. പ്രായാധിക്യം ചെറിയൊരു കൂന് സമ്മാനിച്ചതൊഴിച്ചാൽ മൂപ്പൻ ഇന്നും ചെറുപ്പം തന്നെയാണ്. മരത്തനാണ് മൂപ്പനെ ക്ഷണിക്കാൻ കാട്ടിലേക്ക് പോയത്. അപ്പോൾ മരത്തൻ മൂപ്പനോട് കാര്യം പറഞ്ഞു. കൂളിവാകയുടെ കുഞ്ഞിനൊരു പേര് വേണം. പിറ്റേ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ കൃതവേദി മൂപ്പൻ കൂളിവാകയുടെ കുഞ്ഞിനൊരു പേര് കണ്ടെത്താൻ കവടി നിരത്തി. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു തുടങ്ങിയ നവഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നടത്തി. ആ നേരത്താണ് കൃതവേദി മൂപ്പനെ സന്ദർശിക്കാൻ ഒരു വിശിഷ്ടാതിഥി അവിടെ എത്തിയത്. ജപമാല, കൂർച്ചം, ഭദ്രകമണ്ഡലു എന്നിവയേന്തിയ സാക്ഷാൽ ബ്രഹ്മാവ്. അരേനങ്ങളെ പൂട്ടിയ തേരിലാണ് അദ്ദേഹം എഴുന്നള്ളിയെത്തിയത്. മൂപ്പൻ ബ്രഹ്മാവിനെ വണങ്ങി. അങ്ങയുടെ ദൗത്യത്തിന് അനുയോജ്യമായ ദിവസമാണിന്ന്. പൗർണമി കഴിഞ്ഞുള്ള 4-ാം നാൾ. ചന്ദ്രൻ അതുകൊണ്ട് തന്നെ ബലവാനാണ്. ശിശുവിന് അനുയോജ്യമായ നാമധേയം കണ്ടെത്താൻ പറ്റിയ ദിവസമാണ്. ഈ ശിശുവിൻ്റെ ജനനം നടക്കുന്ന സമയത്ത് 4 ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു. ശുഭഗ്രഹങ്ങളെല്ലാം ചന്ദ്രൻ്റെ 6, 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് അവൻ അറിവുള്ളവനായും ഭക്തി നിപുണനായും ഭവിക്കും. ബ്രഹ്മാവ് പറഞ്ഞു. അവൻ ആരോഗ്യ ദൃഢഗാത്രനായി വളരും. വളരെ കാലം ജീവിക്കുകയും ചെയ്യും. ചാമുണ്ഡി ദേവിയായ ശ്രീ പാർവതിയുടെയും താലിദേവനായ ശ്രീ പരമേശ്വരൻ്റെയും പുത്രനായി പിറന്നതുകൊണ്ട് 2 പേരുടെയും പേരിലെ അംശങ്ങളായ ചാമുണ്ടിയിലെ ചായും താലിദേവനിലെ തായും ചേർന്ന ഒരു പേര് അനുയോജ്യമായിരിക്കും. അങ്ങനെ ഉപദേശിച്ച് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. മൂപ്പൻ മിഴികൾ തിരുമ്മി. താൻ കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമോ? കൃതവേദി മൂപ്പൻ ആകെ ആശയക്കുഴപ്പത്തിലായി. പേരിടൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം കൊട്ടാരമുറ്റത്തെ പന്തലിൽ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്ദേശിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടക്കണം. മരത്തൻ കുഞ്ഞിനെയും മടിയിൽ വെച്ച് കൃതവേദി മുത്തപ്പൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിപ്പാണ്. പന്തലിൽ കൂടിയിരുന്നവരും അക്ഷമരാകുന്നു. ആ നേരത്ത് തന്നെ മൂപ്പൻ പന്തലിലേക്ക് കയറി വന്നു. കുഞ്ഞിൻ്റെ പേര് ചാത്തൻ എന്നായിരിക്കും. അവൻ ആ പേരിൽ അറിയപ്പെടും, അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂളിവാകയുടെ പൊന്നോമന പുത്രന് ചാത്തൻ എന്ന് പേരിട്ടു. ചാത്തൻ കാനന കന്യകയുടെ മുലപ്പാൽ കുടിച്ച് ആ വനത്തിൽ വളരാൻ തുടങ്ങി. ചാത്തൻ്റെ വികൃതികൾ കണ്ട് വളർത്തമ്മ കൂളിവാകയും വലിയമ്മ കരിനീലിയും സന്തോഷിച്ചു. അവരാ കുസൃതി കുരുന്നിനെ കുട്ടിച്ചാത്തൻ എന്ന് വാത്സല്യത്തോടെ വിളിച്ചു പോന്നു. ഇരുവരുടെയും ലാളനാമധുരം നുകർന്ന് ചാത്തൻ വളരുകയാണ്. മലയ രാജാവ് മരത്തന് കൂളിവാകയെ കൂടാതെ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു, കരിനീലി. കരിനീലിയും തികഞ്ഞ പാർവതീദേവി ഭക്തയാണ്. കരിനീലിക്കൊരു പുത്രനുണ്ട്, കരിങ്കുട്ടി. അതാണ് അവൻ്റെ പേര്. കരിങ്കുട്ടിയും ചാത്തനും തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇരുവരും ഒരുമിച്ചാണ് വനത്തിൽ കളിക്കാനും കായ്കനികൾ ശേഖരിക്കാനും ഒക്കെ പോകുന്നത്. കരിങ്കുട്ടി ചാത്തൻ്റെ തോഴനായിരുന്നു. ചാത്തൻ്റെ തോഴനായതിൽ ഏറെ സന്തോഷിച്ചത് കരിങ്കുട്ടിയായിരുന്നു. അർത്ഥ സഹോദരനാണെങ്കിലും അവൻ്റെ ഉറ്റ തോഴൻ തന്നെയായിരുന്നു ചാത്തൻ. അങ്ങനെ പള്ളിവേട്ടയ്ക്കും വനവാസത്തിനുമായി കൂളിക്കുന്നൻ വനത്തിലെത്തിയ പാർവതി പരമേശ്വരന്മാർ തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. തങ്ങൾ കൈലാസം വിട്ട് ഇവിടേക്ക് പോന്നിട്ട് വർഷം 1 ആകുന്നു. ദിനരാത്രങ്ങൾ എത്ര പൊടുന്നനെയാണ് കൊഴിഞ്ഞുപോയത്. പാർവതി പരമേശ്വരന്മാരുടെ യാത്രാസംഘം തിരിച്ചെഴുന്നള്ളത്താരംഭിച്ചു. കാടുകളും മേടുകളും കാട്ടാറുകളും താണ്ടി യാത്രാസംഘം രാക്ഷസവനത്തിലെത്തി. ഒരു ദിവസം അവിടെ പാർത്ത് വിശ്രമിച്ചിട്ട് മതിയാവോളം വേട്ടയും നടത്തി. കാട്ടാള രാക്ഷസനെയോ കിങ്കരന്മാരിൽ ആരെയെങ്കിലുമോ ആ വനത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം പുലർച്ചെ തന്നെ യാത്ര ആരംഭിച്ചു. യാത്രാസംഘം തുടർച്ചയായി നീങ്ങി ഒരാഴ്ച തികയുന്ന ദിവസം നായാടി വനത്തിലെത്തി. അപ്പോൾ രാത്രി ആരംഭിച്ചിരുന്നു. നിലാവ് ഇങ്ങനെ ഉദിച്ചുയർന്നിരുന്നു. പാലപ്പൂവിൻ്റെ ഗന്ധം വനത്തിലെമ്പാടും ഒരനുഗ്രഹം പോലെ പടർന്നൊഴുകുകയായിരുന്നു. ആ സുഗന്ധം പാർവതി പരമേശ്വരന്മാരെ വല്ലാതെ ആകർഷിച്ചു. എവിടെയാണ് പാല പൂത്തു നിൽക്കുന്നത്? വരൂ ദേവി, നമുക്കൊന്ന് നടന്നു വരാം, ആ പാലപ്പൂമരവും കാണാം. ശ്രീ പരമേശ്വരൻ ദേവിയെ ക്ഷണിച്ചു. ഇരുവരും നിറനിലാവിൻ്റെ കുളിരും പുതച്ച് ആ സുഗന്ധത്തിൻ്റെ ഉത്ഭവസ്ഥാനം തേടി നടന്നു തുടങ്ങി. നടന്നവർ എത്തിച്ചേർന്നത് ശൽക്കലാ തടാകത്തിനരികിലാണ്. കൂളിക്കുന്നൻ വനത്തിലേക്ക് വനവാസത്തിന് പോകുന്ന അവസരത്തിൽ അവർ ഈ തടാക തീരത്തെത്തിയിരുന്നു. പെട്ടെന്ന് അവർക്ക് അന്നത്തെ രാത്രി ഓർമ്മ വന്നു. അന്ന് ആ തടാകത്തിൽ ദമ്പതിമാരായ മലയ യുവാവും യുവതിയും തുടിച്ചു കുളിക്കുന്നുണ്ടായിരുന്നു. ആ വിജനതയിൽ സ്വതന്ത്രരായി തടാകത്തിൽ അവർ രതിക്രീഡയും നടത്തിയിരുന്നു. പാർവതി പരമേശ്വരന്മാർ അത് കണ്ടെങ്കിലും അവർ തങ്ങളെ കാണാതിരിക്കാൻ ഒരു മരച്ചുവട്ടിൽ ഒളിച്ചു. അവർക്ക് തങ്ങളിൽ നിന്ന് യാതൊരു അലോസരവും ഉണ്ടായിക്കൂടാ.
അപ്പോഴാണ് ശ്രീ പരമേശ്വരനൊരു ആശയം ഉദിച്ചത്. അവരുടെ ഈ സംഗമത്തിൽ ഒരു ആൺകുട്ടി പിറക്കട്ടെ എന്നും അവന് കാടിനെയും കാട്ടുമക്കളെയും സംരക്ഷിക്കാൻ കെൽപ്പുള്ള നായകനാകട്ടെ എന്നും അവിടുന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവർക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ അവനൊരു സൽപുത്രനാകട്ടെ എന്ന് ദേവിയും അനുഗ്രഹിച്ചു. ഇതേ തടാക തീരത്ത് വെച്ചായിരുന്നു അത്. അന്നത്തെ ആ രാത്രിയുടെ ഓർമ്മയുമായി അവർ അങ്ങനെ നിൽക്കെ ലേ എന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവർ കാതോർത്തു. കുറച്ചപ്പുറത്ത് നിന്നാണ് അത് കേട്ടത്. അവർ ആ ദിക്കിലേക്ക് നടന്നു. അപ്പോൾ അവർക്ക് മുന്നിൽ നിറയെ പൂത്ത ആ പാലപ്പൂമരം കാണപ്പെട്ടു. ആ മരച്ചുവട്ടിൽ ചെമ്പട്ടിൽ പൊതിഞ്ഞ നിലയിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു. കൈകാലുകൾ ഇളക്കി അത് ആവോളം ഉച്ചത്തിൽ കരയുകയാണ്. ദേവിയിലെ മാതൃഹൃദയം ത്രസിച്ചു. പാർവതി ദേവി ആ കുഞ്ഞിനെ വാരിയെടുത്തു. ഐശ്വര്യമുള്ള ഒരു ആൺകുഞ്ഞ്. കൂളിക്കുന്നൻ വനത്തിലേക്കുള്ള യാത്രാമധ്യേ തങ്ങൾ തടാകത്തിൽ കണ്ട ദമ്പതിമാരുടെ കുഞ്ഞാണിതെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു. അവരുടെ സംഗമവേളയിൽ തങ്ങളുടെ ദൃഷ്ടി പതിയുകയാൽ അവൻ തങ്ങളുടെ ചൈതന്യത്തിൽ പിറന്ന ശിശു തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവൻ നമ്മുടെ പുത്രൻ തന്നെയാണ്. കാട്ടുമക്കൾക്ക് നാഥനായി തീരുന്ന ഇവൻ അസാധാരണ വ്യക്തിത്വത്തിനുടമയും വിലാളി വീരനുമാകും. പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞു. പാർവതി ദേവി ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. നമ്മുടെ ചാത്തനൊരു മിത്രം വേണം. അവനെ നയിക്കാൻ കെൽപ്പുള്ള സുഹൃത്ത്, ഉപദേശിക്കാൻ കഴിയുന്ന മിത്രം. ദേവി ശ്രീ പരമേശ്വരനോട് പറഞ്ഞു. ഭഗവാൻ ശിവൻ ഒരു നിമിഷം ധ്യാനനിരതനായി. പിന്നെ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ വലം കൈ വെച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ചാത്തൻ്റെ ഗുരുകുല പഠനം കഴിഞ്ഞാൽ നീ കൂടെ ഉണ്ടാകണം. ചാത്തനെ നയിക്കാൻ കഴിയുന്ന ഒരു ഉറ്റ മിത്രമായി നീ മാറട്ടെ. ശ്രീ പരമേശ്വരൻ അങ്ങനെ അനുഗ്രഹിച്ച നിമിഷത്തിൽ 18കാരനായ ഒരു വനവേടനായി അവൻ അവർക്ക് മുന്നിൽ. അപ്പോൾ ആ യുവാവ് ശിവപാർവതിമാരെ വന്ദിച്ചു. അവൻ്റെ ശരീരത്തിന് കറുത്ത നിറം, അസാമാന്യമായിട്ടുള്ള ദൃഢതയേറിയ അവയവങ്ങൾ, അപ്പോൾ വന്യമൃഗദന്തങ്ങൾ കോർത്തുണ്ടാക്കിയ കണ്ഠാഭരണം, അമ്പും വില്ലും ആയുധം. കാടിനെയും കാട്ടുമക്കളെയും കാത്തുരക്ഷിക്കാൻ മലയരയരുടെ മകനായി നായാടി മലയിൽ പിറന്ന മലയരയരുടെ ദൈവമാകേണ്ടവനാകയാൽ നിനക്ക് മലനായാടി എന്ന് നാം പേര് നൽകുന്നു. നീ ആയോധന വിദ്യ അഭ്യസിക്കാൻ എവിടെയും പോകേണ്ടതില്ല. എല്ലാ അറിവുകളും ബുദ്ധിയും നിനക്കുണ്ടാകും. ചാത്തൻ്റെ ഉപദേശകനും മിത്രവുമായി വർത്തിക്കുക എന്നുള്ളതാണ് നിന്റെ നിയോഗം. അങ്ങനെ അവനെ അനുഗ്രഹിച്ച് തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന വേട്ടപ്പട്ടിയെ നായാടിക്ക് സമ്മാനമായി നൽകി അടുത്ത ക്ഷണം ശിവപാർവതിമാർ അപ്രത്യക്ഷരായി. അപ്പോൾ അതിമനോഹരമായ വിഷ്ണുമായ കഥകളുടെ 6ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും കഥകൾ കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.